അവർ ടി 24/7 പാടാം നമുക്ക് പാടാം. നെക്സ്റ്റ് പെർഫോമർ അദ്വൈത്. അദ്വൈത്, വെൽക്കം ടു ദ സ്റ്റേജ്. അദ്വൈത്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഹാപ്പിയാണോടാ? ആണ്. ക്ഷീണിച്ചോ? ഇല്ല. ഇതാരാടാ? ഈ ഉടുപ്പ് നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ ഉടുപ്പ് ആരാ സെലക്ട് ചെയ്ത? അമ്മയാണോ? അമ്മ എപ്പോഴും നല്ല അടിപൊളി സെലക്ഷൻ ആണ് നിനക്ക് ഉടുപ്പൊക്കെ എടുക്കുക അല്ലേ? അപ്പോൾ ജഡ്ജസ്, അദ്വൈതാണ് അടുത്ത പാട്ടിലേക്ക് വരുന്നത്. അദ്വൈത്, ഓൾ ദി ബെസ്റ്റ്. അദ്വൈത്, സുഖാണോ? സുഖം. ഓക്കെ, ഏത് പാട്ടാ മോനെ പാടുന്നേ? കണ്ണീർ പൂവിൻ്റെ. നല്ല പാട്ടാ, നന്നായിട്ട് പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. എന്നാലും മോൻ ഓൾ ദി ബെസ്റ്റ് ആയി. താങ്ക് യു. പാടൂ, നന്നായിട്ട് പാടണം കേട്ടോ. ഓക്കെ. അദ്വൈത്, യെസ് സർ. എന്താ സുഖമാണോ? സുഖം. പാട്ട് നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ കേട്ടോ, അപ്പോൾ നന്നായി പാടണം. ഓക്കെ. ഇത് അഭിനയിച്ച രംഗൊക്കെ അറിയാമല്ലോ അല്ലേ? വീഡിയോ കണ്ടുണ്ടോ? ഈ പാട്ടിൻ്റെ വീഡിയോ കണ്ടുണ്ടോ? അപ്പോൾ അതൊക്കെ കൊണ്ട് മനസ്സിൽ വെച്ചിട്ട് പാടിക്കോ. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി. ഉണ്ണിക്കിടാവെന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലേന്തി. ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി കാമന്റെ ചുകം. നിമിഷങ്ങളിൽ വിട ചൊല്ലവേ ജലരേഖകൾ വീണലിഞ്ഞു. കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം ദൂരെ പുള്ളോർ കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി. ഒരു കുഞ്ഞു പാട്ടായി വിതുങ്ങി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു. ആരെയോ തേടി പിടഞ്ഞു, കാറ്റും ഒരുപാട് നാളായഴിഞ്ഞു. പൂന്തെന്നലിൽ പൊന്നോണമായി ഒരു പാഴ്കിരീടം മറഞ്ഞു. കനിവേകുമേ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം ദൂരെ പുള്ളോർ കുടം പോലെ വിങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി. അദ്വൈത്, യെസ്. എങ്ങനെ തോന്നി പാടിയപ്പോ? കുഴപ്പമില്ല, നന്നായിട്ട് പാടിയല്ലേ? നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം മോൻ്റെ പാട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. ഹായ് അദ്വൈത്. ഹായ്. അദ്വൈത് എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട്? കുഴപ്പമില്ല അല്ലേ? അദ്വൈതിൻ്റെ ഈ പ്രായം വെച്ചിട്ട്, ഈ ഏജ് വെച്ചിട്ട് അദ്വൈത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പാട്ട് പഠിക്കാനായിട്ട്. സോ വെരി പ്രൗഡ് ഓഫ് യു. ഓക്കെ, താങ്ക് യു സർ. ഇത് മുന്നോട്ട് ഈ ഒരുപാട് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് അദ്വൈത് വീണ്ടും നന്നായി പഠിക്കണം. ഓക്കെ, നല്ല വോയിസാണ്, നല്ല റേഞ്ചുള്ള വോയിസാണ്. നമുക്ക് നല്ലൊരു എന്താ പറയുക, മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പാടാനായിട്ട് പറ്റും കേട്ടോ.
പിന്നെ നമ്മൾ പാടുമ്പോഴേ ആ പാട്ടിൽ നമുക്കൊരു, ഈ പാട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, നമ്മളൊരു ഫീലിംഗ് കൊടുക്കണം അല്ലേ? അതെ സർ. ഈ പാട്ടിനൊരു ഫീലിംഗ് ആയിട്ട് പാടേണ്ട പാട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ അത് ഇനി പാടുമ്പോൾ ഒന്ന് നന്നായി പാടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും. അദ്വൈത്, യെസ്. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ പാടിയിട്ട്? കുഴപ്പമില്ല. അനുപല്ലവിയും ചരണമൊക്കെ എങ്ങനെ നന്നായിട്ട് പാടിയോ? ചിലപ്പോൾ ലിറിക്സിന് ഇങ്ങനെ കുഴപ്പമുണ്ട്. ലിറിക്സിന് വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. മോൻ പാടിയത് നിമിഷങ്ങളിൽ വിട ചൊല്ലവേ എന്നാ. അതെ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പാടി. സാറ് പറഞ്ഞ പോലെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ടഫായിട്ടൊരു സോങ് പാടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. പക്ഷേ മോൻ നന്നായിട്ട് പാടി. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ മാമിന് തോന്നിയത് മോൻ പാടുമ്പോൾ അനുപല്ലവിയിലും ചരണത്തിലും പിച്ച് ഔട്ട് വരുന്നുണ്ട് കേട്ടോ. അത് മോന് തോന്നിയില്ലേ? ജലരേഖകൾ അവിടെ ജലരേഖകൾ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പിച്ച് ഔട്ടുകൾ വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ. നന്നായിട്ട് പാടി. നല്ല സാറ് പറഞ്ഞ പോലെ നല്ല റേഞ്ചുള്ള ശബ്ദമാണ്. താങ്ക് യു. അതുതന്നെ വലിയ ബ്ലെസ്സാണ് നമുക്ക്. മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം അല്ലേ? അക്ഷരത്തെറ്റുകൾ അതൊന്നും കാര്യമില്ല. പക്ഷെ ശബ്ദം നല്ലതാണ്. മോൻ കുറച്ചുകൂടി വലുതാവുമ്പോൾ നല്ല വോയിസായി വരും, നല്ലൊരു സിംഗറായി മാറും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്നാലും സാറിന് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് പാട്ട്. താങ്ക് യു സർ. ഓക്കെ. അപ്പോൾ ഇനി ഇതുപോലെ വീട്ടിൽ നമ്മൾ രാവിലെ നേരെയൊക്കെ ഇരുന്ന പാടിന്. അദ്ദേഹത്തിന് എൻ്റെ മാർക്ക് മോനെ 45 ഔട്ട് ഓഫ് 50. താങ്ക് യു സർ. ഓക്കെ അല്ലേ? താങ്ക് യു. അപ്പോൾ മോന് മാം തരുന്ന മാർക്ക് 43. ഓക്കെ. ഓക്കെ മോനെ. ഒരു 42 മാർക്ക് തരാം. ഓക്കെ. ഓക്കെ, ഔട്ട് ഓഫ് 50 42. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. Co-sponsors: Ambadi Restaurant, Binmosa Travels, Sweet Basket, Happy Baby Mobiles, Eversafe Group of Companies and Intellectual Education Center. Supporting sponsors: Iris Imaging and Diagnostic Center, Alia Kids Entertainment Center, Defender Security Service, Sikine Innovation based on quality and NK Group.